ശാലു എങ്ങനെയാ മോഹൻലാൽ സിനിമ തുടരണോ വേണ്ടയോ? ഉറപ്പായിട്ടും തുടരണം. ഞങ്ങൾ ഇപ്പം തുടരും മൂവി പോയി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആക്ച്വലി എനിക്ക് അതിൻ്റെ ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല. തുടരും മൂവിയിൽ ഞാൻ സിനിമ കാണാൻ കയറിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എന്തൊരു വെറുപ്പീര ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണമെന്ന്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ മമ്മൂട്ടി എല്ലാവരുടെയും ഫാനാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പഴയ ഒരു ലാലേട്ടനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ആ ഫസ്റ്റ് ഹാഫ് നമ്മളെ വെറുപ്പിച്ച് കൊന്നു കളഞ്ഞു. എന്താ കാണിച്ചോണ്ടിരുന്നത്, ലാഗും നമ്മളെ അങ്ങ് ചിരിയാക്കി കളഞ്ഞു. പക്ഷേങ്കിൽ ആ സംഭവം ഇന്റർവെൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയെന്നുള്ളതാണ്. ആ ഫസ്റ്റ് ഹാഫൊക്കെ പിന്നെ നമ്മൾ മറന്നുപോയി എന്താ സംഭവിച്ചതെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്ന പോലുമില്ല. സെക്കൻഡ് ഹാഫിൽ ശരിക്കും ഒരു മോഹൻലാൽ ഫാനിന്, ഒരു ലാലേട്ടൻ ഫാനിന് ലാലേട്ടനെ എങ്ങനെ കാണാനായിരുന്നു ആഗ്രഹം, അതുപോലെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്തൊരു രസമായിട്ടായിരുന്നു അറിയോ. ശരിക്കും നമ്മുടെ പഴയ ലാലേട്ടനില്ലേ, അതിനെ നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു പ്രതീതി എനിക്ക് തോന്നിയത്. ലാലേട്ടൻ്റെ എല്ലാ ഭാവങ്ങളും, ശരിക്കും സങ്കടവും കരച്ചിലും ദേഷ്യവും വൈരാഗ്യവും എല്ലാ ഭാവങ്ങളും ആ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാവുന്നതെന്ന് പറയുന്നത് ബിനു പപ്പു ഒക്കെ പുള്ളിയൊക്കെ പക്ക എന്താ പറയുക വില്ലൻ മെറ്റീരിയലായി. അതുപോലെ പുള്ളിയുടെ കൂട്ടത്തിൽ തന്നെ വേറൊരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ എന്തൊരു മനുഷ്യനാണത്. എൻ്റെ പൊന്നെ, നമുക്ക് അയാളെ ഉണ്ടല്ലോ കൈ കിട്ടിയ തല്ലി ഇങ്ങനെ അടിച്ചടിച്ച് കൊല്ലാൻ തോന്നും. അത്രയ്ക്കും ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ ഒരു മോഹൻലാലിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കാനായിട്ട് പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും വെറുപ്പ് ആ ഒരു വ്യക്തിത്വത്തോട് തോന്നുന്ന രീതിയിൽ. പടം കിട്ടില്ലൻ പടമാണ്, ഒന്നും പറയാനില്ലെന്ന് തന്നെ പറയാം. പിന്നെ ശോഭന മാമിനാണെങ്കിലും അധികമൊന്നും വലിയ റോൾ ഉണ്ടെന്നൊന്നും പറയാനില്ല. ചെറിയ ഒരു സാധാരണ റോളേ ഉള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു റോളൊന്നും എനിക്ക് തോന്നിയിട്ട് അതിൻ്റെ അകത്ത് കിട്ടിയില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ വഴിത്തലയിൽ ഇതിൻ്റെ കുറേ പാട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറേ പിള്ളേർ, നമുക്കറിയാവുന്ന കുറേ കുഞ്ഞു മക്കളൊക്കെ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ നമുക്ക് എന്താ പറയുക, കുറച്ച് പ്രിയപ്പെട്ട ഒരു സിനിമ കൂടെയാണ് തുടരും എന്നുള്ളത്. എന്തായാലും ഈ ഒരു അവധിക്കാലം നിങ്ങൾ സിനിമ കാണാതിരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയാം, ആരുടെയും റിവ്യൂ ഒന്നും പോയി കണ്ട് നിങ്ങൾ സിനിമ കാണാതെ ഇരിക്കുകയോ പോകുകയോ ചെയ്യരുത്. അതെല്ലാം സ്വന്തം ഡിസിഷനിൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഈ വേനൽ അവധിക്കാലം എന്തായാലും തുടരും തൂക്കിയെന്ന് തന്നെ ഞാൻ പറയുള്ളൂ.